ഹലോ കൂട്ടുകാരെ, ഞാനൊരു കഥ പറഞ്ഞു തരട്ടെ. ആരുടെ കഥ എന്നറിയുമോ? നമ്മുടെ മുത്തുനബിയുടെ കഥ. എൻ്റെ കഥയുടെ പേരാണ് യാചനയിൽ നിന്നൊരു മോചനം. ഒരു ദിവസം നബിയും നബിയുടെ ശിഷ്യന്മാരും ഇരിക്കുന്ന സദസ്സിലേക്ക് ഒരു യാചന വന്നു. നബിയെ, വല്ലതും തരണേ. നബി ചോദിച്ചു, നിന്റെ വീട്ടിലൊന്നുമില്ലേ? ഇല്ല, എൻ്റെ വീട്ടിലൊന്നുമില്ല. എന്തെങ്കിലും ഒന്ന് ഉണ്ടാവുമല്ലോ. എൻ്റെ വീട്ടിലൊരു വെള്ളിപ്പാത്രവും പുതുപ്പുമുണ്ട്, എന്നാൽ അത് കൊണ്ടുവരൂ. യാചകൻ വീട്ടിൽ പോയി വെള്ളിപ്പാത്രവും പുതുപ്പുമായി നബീൻ്റെ അടുത്തേക്ക് വന്നു. നബി ചോദിച്ചു നബിയുടെ സഹാബിമാരോട്, ഇതാരാണ് വില കൊടുത്ത് വാങ്ങുന്നത്? ഒരു സഹാബി പറഞ്ഞു, 2 ദിർഹത്തിന് ഞാൻ വാങ്ങാം. 2 ദിർഹം യാചകന് കൊടുത്ത് യാചകൻ വെള്ളിപ്പാത്രവും പുതുപ്പും കൊടുത്ത്. നബി പറഞ്ഞു, 1 ദിർഹത്തിന് നീ വീട്ടു സാധനങ്ങൾ വാങ്ങുക, ബാക്കി ദിർഹത്തിന് നീ കോടാലി വാങ്ങി മരം വെട്ടി ജീവിക്കുക. യാചകൻ സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ യാചകൻ നബീൻ്റെ അടുത്തേക്ക് വന്നു. കയ്യിൽ 10 ദിർഹം ഉണ്ടായിരുന്നു. കൂടെ നല്ല സന്തോഷത്തിലുമായിരുന്നു. നബി പറഞ്ഞു, 1 ദിർഹത്തിന് നീ വെള്ളിപ്പാത്രം വാങ്ങുക, ബാക്കി ദിർഹത്തിന് നീ വീട്ടു സാധനങ്ങൾ വാങ്ങുക. യാചകൻ സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി. കൂട്ടുകാരെ, യാചകനിൽ നിന്നൊരു മോചനം കിട്ടിയ യാചകൻ സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി. കൂട്ടുകാരെ, നമുക്കും മറ്റുള്ളവർക്കും നന്മ ചെയ്യാൻ അല്ലാഹ് നമുക്ക് തൗഫീഖ് തരട്ടെ. അസ്സലാമു അലൈക്കും. താങ്ക് യു.